വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ മത്തി കറിയും മത്തി പീര വറ്റിച്ചതും മത്തി പൊരിച്ചതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷെ മത്തി ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് തന്നെ അവിടെ ഒരു 12 മത്തി നല്ലപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ മത്തിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാവേ. അപ്പോഴേ നമ്മുടെ മത്തി നമ്മൾ നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുള്ളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മൾ മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് 4 ചെറിയുള്ളി, ഒരു അല്പം പുളിയും 1 കപ്പ് തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കരിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുള്ള് കളഞ്ഞു വെച്ച മത്തിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മത്തി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചാൽ ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണക്കമീൻ ചമ്മന്തി ആക്കിയിട്ടുണ്ട്, ചെമ്മീൻ ചമ്മന്തിയൊക്കെ ആക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മത്തി വെച്ചിട്ട്, അതായത് പച്ച മത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചമ്മന്തി എന്നാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി. മീനില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 5 മത്തി മതി. നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മളെല്ലാവരും മത്തി വെച്ചിട്ട് മത്തി കറിയും മത്തി പൊരിച്ചത് മത്തി പീര വറ്റിച്ചത് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ തൊട്ട് താഴത്തിന് നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.